വീണ്ടും വാർത്തകളിലേക്ക്. കോഴിക്കോട് കളൻതോട് എം.ഇ.എസ്. കോളേജിലെ റാഗിങ്ങിൽ വിദ്യാർത്ഥിക്ക് സസ്പെൻഷൻ. 3-ാം വർഷ BCA വിദ്യാർത്ഥിയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. റാഗിംഗ് പരാതി അന്വേഷിക്കാൻ കോളേജിൽ 3-അംഗ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. ഗൂഗിൾ ചേരുന്നുണ്ട്. ഗൂഗിൾ, എന്താണ് മറ്റു വിവരങ്ങൾ? കോളേജിലെ BCA ഡിപ്പാർട്ട്മെന്റ് നടത്തിയ അസോസിയേഷൻ ഡേയുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. അസോസിയേഷൻ ഡേയിൽ 2-ാം വർഷ വിദ്യാർത്ഥികൾ കളർ ഡ്രസ് ഇട്ട് വന്നത് റയീസ്, അതായത് ഈ റാഗിംഗ് നടത്തിയ ഒന്നാമത്തെ പ്രതിയായിട്ടുള്ള റയീസ് ഉൾപ്പെടെയുള്ള 5ഓളം വിദ്യാർത്ഥികൾ തടഞ്ഞതും പിന്നീട് ക്രമത്തിലേക്ക് വഴിവെക്കുകയായിരുന്നു. മർദ്ദനത്തിൽ മുഖത്തിനും കണ്ണിനും പരിക്കേറ്റ മിൻഹാജ് എന്ന് പറയുന്ന 2-ാം വർഷ BCA വിദ്യാർത്ഥി കുന്ദമംഗലം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടിയതോടുകൂടി എം.ഇ.എസ്. കോളേജിന്റെ മാനേജ്മെന്റ് ഇടപെടുകയും അവർ ഒരു യോഗം ചേരുകയും ചെയ്തു. ആ യോഗത്തിലാണ് ഈ അക്രമത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ചയായതും അക്രമത്തിന് നേതൃത്വം നൽകിയ റയീസിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തത്. അന്വേഷണ വിധേയമായിട്ടാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. നാളെ ഈ മിൻഹാജിന്റെ വീട്ടിലെത്തി ഈ 3-അംഗ സമിതിയാണ് അവിടെ എം.ഇ.എസ്. കോളേജിന്റെ സമിതി രൂപീകരിച്ചിട്ടുള്ളത്. 3-അംഗ സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. അവർ മിൻഹാജിന്റെ വീട്ടിലെത്തി നാളെ മൊഴി എടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സംഭവത്തിൽ നേരത്തെ തന്നെ മിൻഹാജ് കുന്ദമംഗലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ 5 വിദ്യാർത്ഥികൾക്കെതിരെ കുന്ദമംഗലം പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ എം.ഇ.എസ്. കോളേജുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള റാഗിംഗ് സംഭവങ്ങൾ ആദ്യമായിട്ടല്ല. നേരത്തെ 2023 സമാനമായ രീതിയിൽ ജൂനിയർ വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് മർദ്ദനം ഉണ്ടാവുകയും 15ഓളം പേർക്കെതിരെ കേസെടുക്കുകയും 6 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വിഷ്ണു, ശരി. ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്.